9-ാം തീയതിയാ സംഭവിച്ചത്. 7 കൊല്ലം കഴിഞ്ഞ് കുറച്ച് ദിവസമായതാ. അപ്പൊ ഈ 7 കൊല്ലമായിട്ടും ആക്സിഡന്റ് സംഭവിച്ച് 2-3 വർഷം ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മള് എണീറ്റ് നടന്നിട്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നത്. ബാലൻസ് ഭയങ്കര ബുദ്ധിമുട്ട്, വിഷമം, കരച്ചില്. നടക്കാൻ പറ്റുന്നുണ്ട്. ഇടിച്ച ഇടി തന്നെ ഫുള്ള് പാരലൈസ്ഡ് ആയി, കഴുത്തിന് താഴോട്ട്. ഇപ്പൊ ഈ കൊടുക്കുന്ന ഈ മൂവ്മെന്റ്സ് ഒക്കെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ പാരലൈസ്ഡ് ആയി. എനിക്കാണെങ്കിൽ മൊത്തം കൈകാലം മാത്രമല്ല, ബ്രീത്തിങ് പോലും സ്റ്റക്കായി പോയി. എന്നിട്ട് ഞാൻ കുറെ സമയം വെള്ളത്തിൽ കിടന്നു. ഇവർക്ക്, അതായത് എണീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആക്സിഡന്റ് ആയി വീൽ ചെയറിലാവുകയാണെങ്കിലോ അല്ലെങ്കിൽ പോളിയോ ബാധിച്ചിട്ടാവുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പ്രകാരം ഇതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ എന്തുവാ, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവര് വീട്ടിൽ കിടക്കേണ്ട ആൾക്കാരാണ്, ബെഡിൽ കിടക്കേണ്ട ആൾക്കാരാണ്, രോഗിയാണ് എന്ന് അവര് തന്നെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുന്നോണ്ടാ അവരുടെ ആ ഒരു തോട്ട് അങ്ങനെ വരുന്നത്. ഇന്നത്തെ വീഡിയോയില് നമ്മളോടൊപ്പം ഉള്ളത് വേറൊരു അജിൻ തന്നെയാണ്. പുള്ളി വന്നിട്ട് ഒരു 17-ാമത്തെ വയസ്സ്, പുള്ളിക്ക് 24 വയസ്സായി. 17-ാമത്തെ വയസ്സിൽ ഒന്ന് കടലിൽ പോയപ്പം ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ആക്സിഡന്റിൽ ചെറുതായിട്ടൊന്ന് പാരലൈസ്ഡ് ആയി. അപ്പൊ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും അജിനാണ്. ഞാനിങ്ങനെ ഇവിടെ ഉള്ള പലരോടും ഇങ്ങനെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ എന്റെ ലൈഫിലാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ചിലപ്പം എനിക്കത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമോ മെന്റാലിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്താണ്, പുള്ളിക്ക് അതെങ്ങനെയാണ്, ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. പക്ഷെ അതെങ്ങനെയാണ് ഫേസ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്കൊന്ന് വീഡിയോയിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ പേര് അജിൻ അഡോൾഫ് എന്നാണ്. അത് കുഴപ്പമില്ല. അത് കിട്ടിക്കാണും, കട്ട് ചെയ്തില്ലല്ലോ. അപ്പൊ അജിൻ അഡോൾഫാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാം. ഓക്കെ, പറയാലോ. എൻ്റെ പേര് പറഞ്ഞല്ലോ, അജിൻ. 2018 സെപ്റ്റംബർ 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിരിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു നോർമൽ മനുഷ്യനാണ്. വൈകുന്നേരം 5:30-ക്ക് ശേഷമാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് പൊഴിയില കേട്ടോ, പൂവാറിനടുത്ത്. അപ്പോൾ വീടിന് തൊട്ടടുത്താണ് കടലും കായലും. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വൈകുന്നേരം അവിടെ കടലിൽ കുളിക്കാൻ പോകും. പൊഴി എന്താണെന്നറിയോ സംഭവം? പൊഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡ് കായല്, മറു സൈഡ് കടല്. ഇതിന്റെ നടുവിൽ കൂടെ ഓടുന്നതാണ് പൊഴി. മനസ്സിലായോ? അത് നടക്കാൻ പറ്റില്ല. ഫുള്ള്, അതായത് ഈ കായലിലെ വെള്ളം ഫുള്ള് ഒഴുകി കടലിലോട്ട് പോകും. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസാ. ഇതിനെയാണ് പൊഴി എന്ന് പറയുന്നത്. ഇത് ചില സമയത്ത് തിര വന്ന് അടിച്ചിട്ട് മണൽ കയറിയിട്ട് ആ ഒഴുക്ക് നിൽക്കും, അതായത് മൂടും. പിന്നെ കായലിൽ വെള്ളം കയറുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, അത് തുറന്നുവിടും. അപ്പൊ പിന്നെ കായലിലുള്ള വെള്ളം എല്ലാം കടലിലോട്ട് ഇറങ്ങും. അതായത് ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പേര് പൊഴി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡാം ഒക്കെ പോലെ. ഡാം എന്ന് പറയുമ്പോഴത്തേക്ക് ഷട്ടർ നമുക്ക് വെള്ളം കൊടുക്കുമ്പോൾ തുറന്നു കൊടുത്തില്ലേ, അത് സെയിം മെത്തേഡാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ പോയി കുളിക്കുന്നത്, സ്ഥിരം പരിപാടി. അപ്പൊ കുളിക്കുന്നതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒഴുക്കത്ത് കളിക്കാൻ നല്ല രസമാണ്. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അവിടെ പോയി തലകുത്തി മറിയുകയും ഫുട്ബോൾ കളിക്കുകയും എല്ലാ പരിപാടിയും അവിടെ നടത്തി. അതില് ലാസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു, വീഴുന്നതിന്റെ അവസാനത്തെ മൂമെന്റ് ഞാൻ പോയി ഡൈവ് ചെയ്തു. വെള്ളത്തിലാ വീണ. ഡൈവ് ചെയ്തപ്പോഴത്തേക്ക് മണൽ മറിഞ്ഞുകൊണ്ട് പ്രഷർ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ എന്തോ ചെയ്തേ, കാല് കുത്തിന്റെ ഭാഗത്ത് തല പോയി ഇടിച്ചു. വെള്ളത്തിലാ വീഴുന്നേ, ഈ പൊഴിയിലാ വീഴുന്നേ. വെള്ളത്തിൽ വീണ് നേരെ മണലിൽ പോയി ഇടിക്കുക. അപ്പോ ആ സമയം നല്ല തടിയായിരുന്നു കേട്ടോ. അത് കാരണം നല്ല വെയിറ്റ്, 80 കിലോ അടുപ്പിച്ചുണ്ട്. നല്ല വെയിറ്റ് ഉള്ളായിരുന്നോണ്ട് ഇടിച്ച ഇടി തന്നെ ഫുള്ള് പാരലൈസ്ഡ് ആയി, കഴുത്തിന് താഴോട്ട്. ഇപ്പൊ ഈ കൊടുക്കുന്ന ഈ മൂവ്മെന്റ്സ് ഒക്കെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ പാരലൈസ്ഡ് ആയി. എനിക്കാണെങ്കിൽ മൊത്തം കൈകാലം മാത്രമല്ല, ബ്രീത്തിങ് പോലും സ്റ്റക്കായി പോയി. എന്നിട്ട് ഞാൻ കുറെ സമയം വെള്ളത്തിൽ കിടന്നു. അപ്പൊ തന്നെ ബോധമൊന്നും പോയിട്ടില്ല, കുറെ സമയം വെള്ളത്തിൽ കിടക്കുക. എന്നിട്ട് ബാക്കി സംഭവം ഞാൻ പുറമേ നിന്ന് അറിയുന്ന കേട്ടോ. ബാക്കി സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന പയ്യന്മാരുടെ അടുത്ത് ആരോ പറഞ്ഞെന്ന് പൂവാറ്, കാരണം ഇത് പൊഴിയാണല്ലോ, ഇപ്പുറത്ത് പൊഴിയൂര് അപ്പുറത്ത് പൂവാറ്,
ഇത് കായല് ഇത് കടല്. അപ്പൊ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യന്മാര് പറഞ്ഞു ഇവിടെ കളിച്ചോണ്ടിരുന്ന ഒരു പയ്യൻ വെള്ളത്തിൽ വീണു, തിരിച്ചെണീറ്റിട്ടില്ല, ആരും നോക്കാൻ പറഞ്ഞു. അപ്പൊ അവരാരും നോക്കിയില്ല, അവരുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് അവർ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവര് കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ എന്ത് ചെയ്ത് വെള്ളത്തിൽ വീണു. അത് എടുക്കാൻ എൻ്റെ അടുത്ത്, അതായത് ആ ബോളിനടുത്ത് ചെന്നപ്പോഴത്തേക്ക് ബോൾ എൻ്റെ അടുത്താണല്ലോ ഒഴുകി വന്നത്. നീന്തി അത് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടു. എൻ്റെ കാല് മാത്രമേ അവർ കണ്ടുള്ളൂ. കണ്ടിട്ട് എന്നെ അനക്കി ഉടനെ എനിക്ക് എന്ത് ചെയ്ത് ബ്രീത്തിങ്ങിന്റെ ആ ഒരു ഇത് പിന്നെ സ്റ്റാർട്ടായി. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് വെള്ളത്തിനടി കിടക്കുമായിരുന്നു അത്ര സമയം. കാരണം തല പൊതഞ്ഞിരിക്കുകയല്ലേ, എനിക്കാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനും പറ്റണില്ല. എന്നിട്ട് അവൻ എൻ്റെ ബോഡി, അതായത് കാല് പിടിച്ച് അനക്കി ഉടനെ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, വെള്ളം കുടിക്കണം എങ്ങനെയെങ്കിലും ആ ഒരു ടെൻഡൻസി ഉണ്ടായി. പിന്നെ എന്ത് ചെയ്ത് ഉടനെ തന്നെ അവന്മാര് ആള് പൊങ്ങാത്തതുകൊണ്ട്, വെയിറ്റ് അല്ലേ ബോഡി വെയിറ്റ് അല്ലേ, ആള് പൊങ്ങാത്തതുകൊണ്ട് കരയുന്ന ആരെയൊക്കെ വിളിച്ച് എടുത്ത് കരയെടുത്ത്. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്നാന്ന് എനിക്ക് ഇടി കിട്ടിയപ്പോഴും മനസ്സിലായി. എൻ്റെ ടീച്ചർ ഇതുപോലെ ഇരിക്കുന്നത്, അവർക്ക് പാരാപ്ലീജിക്ക, ഞാൻ ക്വാഡ്രിപ്ലീജിക്. എന്നുവെച്ചാൽ കാല് രണ്ട്, അതായത് അരക്ക് താഴോട്ട് പോകുന്നവര് പാരാപ്ലീജിക്കും കഴുത്തിന് താഴോട്ട് പോകുന്നവരും ക്വാഡ്രിപ്ലീജിക്കും ആണ് ഡോക്ടേഴ്സ് പറയുന്ന ഒരു മെത്തേഡ്. അപ്പൊ അവിടെ നിന്ന് ഉടനെ ഇവർ എന്നെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അല്ല, തൊട്ടടുത്ത ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മുറിവൊന്നുമില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കയറ്റി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മയങ്ങി. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് ചെയ്യേണ്ടതല്ലേ ഉള്ളൂ, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ 15ാമത്തെ ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടന്ന് ഇതിപ്പോ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞ് കുറച്ച് ദിവസമായി. ഈ മാസം 9-ാം തീയതി, അതായത് ഇതിപ്പോ സെപ്റ്റംബർ അല്ലേ, 9-ാം തീയതിയാ സംഭവിച്ചത്. 7 കൊല്ലം കഴിഞ്ഞ് കുറച്ച് ദിവസമായതാ. അപ്പൊ ഈ 7 കൊല്ലമായിട്ടും ആക്സിഡന്റ് സംഭവിച്ച് 2-3 വർഷം ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മള് എണീറ്റ് നടന്നിട്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നത്. ബാലൻസ് ഭയങ്കര ബുദ്ധിമുട്ട്, വിഷമം, കരച്ചില്. നടക്കാൻ പറ്റുന്നുണ്ട് എപ്പോ ആക്സിഡന്റ് കഴിഞ്ഞ ഉടനെ തന്നെ? അല്ലല്ല, അപ്പോഴേ അതായത് ആ ഇടി കിട്ടിയ സ്പോട്ടിൽ തന്നെ ഫുള്ള് പോയി. അപ്പോഴൊന്നും നടക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ പോയി അന്ന് മുതൽ ഇന്ന് വരെ നടക്കാനും വേറെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞു, വീട്ടിലൊക്കെ വന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, PMR ഫിസിയോതെറാപ്പിക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തതിനു ശേഷം കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായത്. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യവും, എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, വിഷമം, സങ്കടം, കരച്ചില്. പിന്നെ ഞാനിത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതിപ്പോ എന്ത് ചെയ്യണം? കാരണം മറ്റുള്ളവരുടെ ആരുടെ അടുത്ത് പറഞ്ഞാലും ആരും ഹെൽപ്പ് ചെയ്യത്തില്ല, ആരെ കൊണ്ട് പറ്റാത്തൊരു വിഷയമാണല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ കൊറോണ സമയത്ത് പാലിയം ഇന്ത്യയിൽ പോവായിരുന്നു. എന്നെ നോക്കുന്ന ഹോസ്പിറ്റലാട്ടോ പാലിയം ഇന്ത്യ. അവിടെ പോയപ്പോഴത്തേക്ക്, അപ്പൊ കൊറോണ ടൈമിങ് ആയതുകൊണ്ട് കൊറോണ ടെസ്റ്റ് ചെയ്യുമല്ലോ. എനിക്ക് ഫീവർ അടിച്ചു. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പോസിറ്റീവായി. അങ്ങനെ ഗവൺമെന്റ് മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലില്ലേ, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ കെയർ ഗിവർ ഒന്നുമില്ല, ഒറ്റയ്ക്ക്. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ബോഡി ഒന്ന് ചരിക്കാനോ നിവർത്താനോ ഒന്നും പറ്റില്ല. ഒരു സാധനം നമ്മൾ എവിടെ എടുത്ത് വെക്കുന്നോ അത് അവിടെ കിടക്കുക, അതുപോലെ എൻ്റെ സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് ഇപ്പൊ അറിയാലോ, ചൊറിയാനോ വെള്ളം കുടിക്കാനോ എല്ലാത്തിനും ഒരാളുടെ ഹെൽപ്പ് വേണ്ടേ. അവിടെയാണെന്നെങ്കിൽ അതൊന്നുമില്ല. കറക്റ്റ് ടൈമിങ്ങിന് ആരെങ്കിലും വന്നിട്ട് ഫുഡും വെള്ളവും തരും. രാവിലെ എണീപ്പിച്ച് പല്ലേച്ച് ഇടയ്ക്ക് പിന്നെയും കിടത്തും. അതാ പരിപാടി. അപ്പൊ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എണീറ്റ് നടന്നുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഞാൻ വീണു. പിന്നെ ബോഡിക്ക് അനക്കമില്ല, ഒരാളുടെ ഹെൽപ്പിലാണ് ജീവിച്ചോണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആരും ഇല്ലാതെ കൊണ്ടാക്കി, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാണ്ട്. അപ്പൊ ഞാൻ ഇത് രണ്ടും ഫേസ് ചെയ്യണം. എനിക്ക് മരിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ, സ്വന്തമായിട്ട് കൈ ഇല്ലല്ലോ, അത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോ കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സിന്റെ അടുത്ത് ചോദിച്ചു എത്ര ദിവസത്തേക്കാ. അപ്പൊ അവര് പറഞ്ഞു ഒരു 8-9 ദിവസമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, നല്ലപോലെ ശാന്തമായിട്ട് ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ദിവസമേ ഉള്ളൂ. നമുക്ക് വേഗമുള്ള ഒരു ഓപ്ഷൻ പ്രകൃതി, അതായത് സമയം പോകും. അപ്പൊ സമയം പോയാൽ ദിവസം പോകും. ദിവസം പോയാൽ നമുക്ക് 8ാമത്തെ ദിവസം അല്ലെങ്കിൽ 9ാമത്തെ ദിവസം വരെ ഒന്ന് പിടിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കിടക്കുക. ഞാൻ മറ്റേ കോറിഡോറിലാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ കിടക്കുമ്പോഴത്തേക്ക് പുറത്ത് ഈ വെഹിക്കിൾസിന്റെ സൗണ്ട് കേൾക്കും. അപ്പൊ അതിന്റെ സൗണ്ട് അത് ഏത് വണ്ടിയാണെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി 8 ദിവസം കഴിഞ്ഞു. അങ്ങനെയാണ് അന്ന് ഞാൻ ഒരു പാഠം പഠിച്ച്
നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ ഉണ്ടായാലും നമ്മളെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ടോ വെപ്രാളപ്പെട്ടിട്ടോ ഒരു പ്രയോജനമില്ല. നമുക്ക് നടക്കേണ്ടത് നടക്കും. നമ്മൾ ഇപ്പൊ നല്ലതാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക, ചീത്തയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കുക, അത്രേ ഉള്ളൂ. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ചീത്തയായി പോയി, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് എന്നും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. വിഷമം വരുന്ന സമയത്ത് വിഷമിക്കുക, സന്തോഷം വരുന്ന സമയത്ത് സന്തോഷിക്കുക. ഇതാണ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്കിപ്പോൾ കൈകാലം പ്രവർത്തിക്കുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്കിത് വേണ്ട, കാരണം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ശരിക്കും നടന്നത്. ഇപ്പൊ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഒരു മനുഷ്യർക്ക് എന്ന് പറയാൻ ഒരു 8-10, അതിപ്പം എല്ലാവരുടെ അവസ്ഥ ഏകദേശം ഒരേപോലെ തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോ അതെങ്ങനെയാണ്, ആ റിയാലിറ്റി എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? എന്ന് വെച്ചാൽ ഇനി എന്നെ കൊണ്ട് കുറച്ചു കാലമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പാർലമെന്റിൽ ചെന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ അവിടെ ചേർന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഫുൾ ടൈം ബെഡിൽ കിടക്കുക. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആരോഗ്യമുണ്ട്. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീണ സമയത്ത് ആരോഗ്യമുണ്ട്, അമ്മ എന്നെ നോക്കും. വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല, അപ്പം ഞാൻ ഒറ്റയ്ക്കാക്കി പോകും, കൂടിയിട്ട് പോകും. അപ്പം അതിൻ്റെ ലോജിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾ വേണ്ടേ? അതിന് പൈസ വേണം. എനിക്കാണെങ്കിൽ ജോലിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, +2 വരെ പോയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന സംഭവങ്ങളാണ്, എനിക്ക് മരിച്ചാൽ മതി, നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പാർലമെന്റിലെ മിക്ക പേരെടുത്തും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും, കാരണം നമ്മുടെ ഈ ഇന്ത്യൻ നിയമപരം അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അവർ തരില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ അടുത്ത് ചോദിച്ചു. അവരും എന്നെ സമാധാനിപ്പിക്കുന്നു, അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ നോക്കുന്നു, അല്ലാണ്ട് അവരെ കൊണ്ട് ചെയ്തു തരാൻ പറ്റണില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ റോഷൻ എന്ന് പറഞ്ഞിട്ടൊരു വോളണ്ടിയറെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ വന്നതിന് ശേഷം അവരെൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വീട്ടിലായിരുന്നല്ലോ, അവിടെ നിന്ന് മാറി ഇപ്പം ഞങ്ങൾ ടോട്ടൽ 3 പേരുണ്ട്. ഞാൻ, സനൽ, സുൽഫി, ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു റെന്റിനൊരു ഹോം എടുത്ത് നിർത്തിയിട്ട് വീടെടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് അതായത് സ്വന്തമായിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ, ഇവിടെ ട്രിവാൻഡ്രം സിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാൻസുകളുണ്ട്, പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പുള്ളി സ്റ്റാർട്ട് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ചേഞ്ച് വന്നു. എന്തോ, കാരണം നമ്മളെ ലൈഫ് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? വെറുതെ കട്ടിലിൽ കിടക്കുന്നു, ദിവസം കഴിയുന്നു, അങ്ങനെ അല്ലല്ലോ. ബാക്കി ഞാൻ അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ അനുഭവിച്ചില്ലേ കൊറോണ സമയത്ത്, അതുപോലെ ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കി ഒന്നിനും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. പക്ഷേ ഇത് ഡോക്ടേഴ്സ് പറഞ്ഞോ എന്ന് വെച്ചാൽ ഇതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല? ഇല്ല, അവര് പറഞ്ഞു അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനാണ്. എന്ത് പറ്റിയത് എന്ന് വെച്ചാൽ വീണപ്പോ ഉള്ള ഇമ്പാക്റ്റ് ആണോ? ഇത് നമ്മുടെ ബോഡിയിൽ നട്ടലില്ലേ, അതിനകത്ത് സ്പൈനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. ആ സാധനം ഫ്ലൂയിഡ് ആണോ അതോ കോഡാണോ? അത് നെർവാ, നട്ടലിനകത്തുള്ള സാധനമാണ് മെയിൻ. അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ മുറിവ് ഉണ്ടാകുന്നത് അതിന് താഴെയുള്ള എല്ലാം പാരലൈസ്ഡ് ആയി പോകും. ഓരോന്നിനും ഓരോ റേഞ്ച് ഉണ്ട്. എനിക്ക് പറ്റിയ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ C4 C5 ഏറ്റവും ടോപ്പിലാണ് പോയിരിക്കുന്നത്. C1 C2 C3 C4 C7 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ T, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇതിൽ എവിടെ വെച്ച് കട്ടാകുന്നു അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് സംഭവം. അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ചസും ഒരുപാട് മാറ്റങ്ങൾ. കാരണം ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് MS ഓഫീസ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട്. പിന്നെ സാലറി ആവും, പിന്നെ നമുക്ക് ജീവിക്കാമല്ലോ, വേറെ ആരെയും ആശ്രയിക്കണ്ട. ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ തന്നെ വേറെ ആളെ നിർത്തി നമ്മുടെ ലൈഫ് നോക്കാമല്ലോ. അതെ. പിന്നെ മരിക്കണം എന്നുള്ള ടെൻഡൻസി ഇപ്പൊ ഇല്ല. ഈ ആക്സിഡന്റ് ആയതിനു ശേഷം ഇപ്പൊ ഫാമിലിയും ഫ്രണ്ട്സും ഈ സിറ്റുവേഷൻ എങ്ങനെയാണ്, പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? അത് പിന്നെ പറയണോ, ഭയങ്കര ചേഞ്ച് ആയിരിക്കില്ലേ സംഭവം. വീട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലെ സ്റ്റോറി അത് പ്രത്യേകത ഒരു സ്റ്റോറിയാ, അത് വീട്ടുകാരില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് നോക്കുന്നത് അമ്മയാണ്. ഞാൻ വീണ അന്ന് മുതൽ
ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും. ആ. പിന്നെ അപ്പനെ അറിയാലോ, അപ്പം കടൽപ്പണിക്കാ പോകുന്നത്. അമ്മ തൊഴിലുറപ്പിന് പോകും. പിന്നെ ചേച്ചി സെപ്പറേറ്റഡ് ഒരു ഫാമിലിയാണ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ. പിന്നെ ബ്രദറുണ്ട്. ബ്രദറ് ചുമ്മാ കറങ്ങി നടക്കും, വേറെ പ്രത്യേകിച്ച്. അനിയനാണ് ചേട്ടൻ. ചേട്ടൻ. പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീഴുന്നതിന് മുമ്പ് ഒരുപാട് ഉണ്ടായിരുന്നു. വീണതിന് ശേഷം ഇപ്പൊ ആരും അങ്ങനെ ടച്ചിലില്ല. തുടക്ക സമയത്തിലൊക്കെ വീണിട്ട് 1-1.5 വർഷം അടുപ്പിച്ച് എല്ലാരും വരെയും കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതങ്ങനെ കുറഞ്ഞ് ഇപ്പൊ മൊത്തത്തിലില്ല. ശരിക്കും പറഞ്ഞ എന്റെ കൂടെ നടന്നതിന്റെ 10-ൽ 9% ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നും ഇല്ല. 1-2 പേരുടെ നമ്പറേ ഉള്ളൂ. പിന്നെ അത് ഇരുന്നിട്ടും വലിയ യൂസ് ഒന്നും ഇല്ല. ഫോണ് സിമ്മില് നിറഞ്ഞടക്കുന്നു, അത്രേ ഉള്ളൂ പ്രയോജനം. റീസ് ഒന്നും ഇല്ല. കൂട്ടുകാരൊക്കെ വേണമെന്നില്ലേ? എന്തിരുന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ വേണമെന്നില്ലല്ലോ. ഒരു ഒരു കൂട്ടുകാരായ പോലും അവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളോട് കൂടത്തുള്ളൂ. നമ്മളെ കൊണ്ട് പ്രയോജനം ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടില്ല. വീഴുന്നതിന് മുമ്പ് എന്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. കാരണം എന്നെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതികളെല്ലാം ചെയ്യാൻ പറ്റും. മെയിൻ വരുന്ന റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയുടെ കാര്യങ്ങളാണ്. ഇവർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വണ്ടി ഒപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റും. വണ്ടിയിലൊക്കെ കൊണ്ടൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ എന്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ ആ പറഞ്ഞ പരിപാടി ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പൊ സുഹൃത്തുക്കൾ എന്തെങ്കിലും, ഇപ്പൊ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഹൃത്തുക്കൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ പലപ്പോഴും വരാറുണ്ട്. ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലിങ്ങനെ കാണുന്ന സമയം എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല, ഞാൻ എല്ലാം കാണും. പക്ഷെ എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് അതുപോലെ ചെയ്യണമെന്ന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് അതായത് മറ്റു വ്യക്തികൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്ന ആളാണ്. മനസ്സിലായോ? ഇപ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നു, അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തുവാ? 3 നേരം കഴിക്കുക, കിടന്നുറങ്ങുക. ഇതെനിക്ക് പോരാ. അപ്പൊ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനേ ഞാൻ നോക്കത്തുള്ളൂ. അതാണ് ലൈഫിലെ എല്ലാ കാര്യവും ഞാൻ അങ്ങനെ നോക്കുന്നത്. ഇപ്പൊ ഞാന് ഫസ്റ്റ് ഈ കഴിഞ്ഞ മാസം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഹോമിയോ സെന്ററിൽ പോയായിരുന്നു. ഇവിടെ തൊട്ടടുത്ത അവിടെ പോയി ഒരു സ്പീച്ച് കൊടുത്തായിരുന്നു. കാരണം അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്യുന്നു. അല്ലാണ്ട് നമ്മളിപ്പോ അവിടെ പോകുമ്പോഴത്തേക്ക് അവരെന്ത് വിചാരിക്കും, നമ്മൾ ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് ഞാൻ അത് ഓർക്കാറേ ഇല്ല. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ നോക്കി സഹതാപമൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, എന്താണ് അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? പറഞ്ഞുതരാം. ഇതിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയിലെ ആൾക്കാർ, അതായത് ഈ ഒരു ആൾക്കാരാണ് അങ്ങനെ ആയത്. അതായത് ഇപ്പോ 100-ൽ 99.9% ആൾക്കാരും 9 to 5 വർക്ക് ചെയ്യുന്നത്. എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഡെയിലി റൊട്ടീൻ അങ്ങനെയാണ്. അതേ സെയിം സംഭവമാണ് ഇവർക്ക്. അതായത് എണീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആക്സിഡന്റ് ആയി വീൽ ചെയറിലാവുകയാണെങ്കിലോ അല്ലെങ്കിൽ പോളിയോ ബാധിച്ചിട്ടാവുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പ്രകാരം ഇതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ എന്തുവാ? ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വീട്ടിൽ കിടക്കേണ്ട ആൾക്കാരാണ്, ബെഡിൽ കിടക്കേണ്ട ആൾക്കാരാണ്, രോഗിയാണ് എന്ന് അവര് തന്നെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുന്നോണ്ടാ അവരുടെ ആ ഒരു തോട്ട് അങ്ങനെ വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള മാക്സിമം മിക്ക ആൾക്കാരും പുറത്തിറങ്ങുക, നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നിങ്ങൾ അത് എവിടാന്ന് വെച്ചാൽ കണ്ടെത്തി പോവുക. അപ്പോഴത്തേക്ക് ലൈഫ് സെറ്റ് ആവും. അല്ലാതെ അവരെ നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അവരാണ് നമുക്ക് ചെലവിന് തരുന്നത്. അതാ സംഭവം. ഒരു കോട്ടുണ്ട്, പ്രിവിലേജസ് ആർ ഇൻവിസിബിൾ ടു ദോസ് ദാറ്റ് ഹാവ് ഇറ്റ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡ് കഴിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാൻ, അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ബ്രോയിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഒരു ജോലിയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? സെയിം മെത്തേഡ് തന്നെ. ഇപ്പൊ നമ്മൾ ഒരു കൊച്ചു ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ ശീലങ്ങളും പഠിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത് അച്ഛനമ്മ. അപ്പൊ അവർ അതിനോട് ഇൻവോൾവ് ആവുന്നു, ശീലിക്കുന്നു. സെയിം മെത്തേഡ് തന്നെ. വീണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ദിവസം കഴിഞ്ഞ് പോകുന്നതോറും ഞാൻ അതിനോട് ശീലിച്ചു.
അതെനിക്കൊരു പ്രശ്നമായിട്ട് ഇല്ല, തോന്നുന്നില്ല. കാരണം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പ്രശ്നമല്ലല്ലോ. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിനിമയുടെ എന്തോ ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാലിയമരി പോയപ്പോഴത്തേക്ക് സനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരൻ ഡയറക്ടറാ. വീഴുന്നതിന് മുമ്പ് പുള്ളിയും ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ 11 കൊല്ലം ആയി. ഇപ്പൊ എന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞില്ലേ ആ ഫീനിക്സ് ഹോമില. അപ്പൊ പുള്ളിയടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് കുറച്ച് ഐഡിയാസ് വെച്ച് ഞാനൊരു കഥ ക്രിയേറ്റ് ചെയ്തു. അപ്പോ സ്മഗ്ലിംഗ് ആണ് സിനിമ. ഞാനത് കഥയൊക്കെ എഴുതി വെച്ചു. പിന്നെ പുള്ളിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സ്റ്റോറി എങ്ങനെ നിൽക്കുക, ഏതെങ്കിലും പ്രൊഡ്യൂസറെ കിട്ടിയ ഇറക്കണം, അതാണ് പ്ലാന്. ഇവിടെ അതേപോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാറുകളോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അത് സംഭവം വേറെ എന്താണ് അതിന്റെ ഒരു കഥ? എന്താണ് കഥ? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 17 വയസ്സ് തികയുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം എല്ലാ വണ്ടികളും ഓടിക്കും, 2 വീലർ മുതൽ ഹെവി ഉൾപ്പെടെ. അപ്പോൾ ഈ എല്ലാ വണ്ടിയും ഓടിക്കുമ്പോഴത്തേക്കിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അങ്കിളൊരു ഡ്രൈവർ ആയിരുന്നേ. അപ്പൊ പുള്ളിയാ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. നമുക്ക് തന്നെ അറിയാലോ, ഞങ്ങൾ കോസ്റ്റൽ ഏരിയക്കാരാണ്. അപ്പൊ അവിടെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വയസ്സ് അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാ വണ്ടികളും ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്നായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് തികയ്ക്കുക, എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കുക, ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് പോവുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ദിവസം എണ്ണി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഈ തലകുത്തി മറിഞ്ഞിട്ട് പാരലൈസ്ഡ് ആവുന്നത്. അതാണ് കാറിനോട് ഇത്ര ഒരു പ്രേമം. ബ്രോ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഊബർ പിടിച്ചാൽ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എവിടെ മ്യൂസിയത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് പോകണമെങ്കിലോ ഏത് സ്ഥലത്ത് പോകണമെങ്കിൽ പോലും ഊബർ പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കത് ഭയങ്കര നഷ്ടമാണ്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. കാരണം മാസം 1600 രൂപയല്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ തന്നെ മൊത്തം അങ്ങ് തീരും. ഇപ്പൊ നമ്മുടെ ഈ ഗവൺമെന്റ് ബാംഗ്ലൂരിലാണെന്നുണ്ടെങ്കിൽ വീൽചെയർ ആക്സസിബിൾ ആയിട്ടുള്ള ബസ് ഉണ്ട്, നമ്മുടെ ഈ കേരളത്തിലില്ല. എല്ലാരും ഇത് പബ്ലിക്കിന് യൂസ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ പബ്ലിക് അല്ലേ, നമുക്ക് പോകണ്ടേ, യാത്ര ചെയ്യണ്ടേ. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും ഒന്നിൽ ഒരു കാർ എടുത്തോ അല്ലെങ്കിൽ ആംബുലൻസ് എടുത്തേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഈ സർക്കാർ ഇതൊന്നും നോക്കുന്നില്ല. അവര് ഓരോ എന്താ പറയാ, ഓരോ മീറ്റിംഗ് വരുമ്പം ജനങ്ങൾക്ക് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെങ്കിലും യാത്ര പോവാട്ടോ, യാത്ര പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിലാ പോകുന്നത്. ഇവിടെ നിന്ന് ഇത് 10 കിലോമീറ്റർ റേഡിയസിൽ പോവും. ഇവിടെ നിന്ന് ഞാൻ മാനവീയം വീതി, പാളയം അവിടെയൊക്കെ പോവാറുണ്ട്. അപ്പൊ മഴ എന്തെങ്കിലും പെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഒതുങ്ങി നിൽക്കാനൊന്നും പ്ലേസ് ഇല്ല. പിടികിട്ടിയോ? അവിടെ നിന്ന് നനയേണ്ട അവസ്ഥ തന്നെ. വെയിറ്റിംഗ് ഷെഡ് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് പള്ളിയിൽ പോകണമെങ്കിലോ അമ്പലത്തിൽ പോകണം, എന്നെ പോലുള്ള ഒരു പള്ളിയിൽ പോകണമെങ്കിലോ അമ്പലത്തിൽ പോകണമെങ്കിലോ എവിടെ പോകണമെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും സ്റ്റെപ്പാ. പോരാത്തതിനോ ഈ സർക്കാരിന്റെ ഓഫീസിൽ തന്നെ ഫുള്ള് സ്റ്റെപ്പാ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കേണ്ട ഗതികേട്. ആരെങ്കിലും വരുമോ സഹായിക്കാൻ? ആരും വരില്ല. ബ്രോ ഇനി ഫ്യൂച്ചർ എന്തൊക്കെയാണ് പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർലമെന്റിൽ പരിചയപ്പെട്ടതിന് ശേഷം റോഷൻ മാമിനെ പരിചയപ്പെട്ടു, ഈ ഫീനിക്സ് ഹോം വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് നടത്തുന്നത് റോഷൻ മാമും അന്നു മാമും, റോഷൻ മാമിന്റെ ഫ്രണ്ടാ. അപ്പോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MS ഓഫീസ് പഠിക്കുന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ ഇതിപ്പോ ഫസ്റ്റ് ഒരെണ്ണം പോയിട്ടുണ്ട്, രണ്ടാമത്തതൊന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് തിരിക്കാനാണ് പ്ലാൻ. ഇതാകുമ്പോഴത്തേക്ക് എന്റെ ലൈഫും നന്നാവും, ബാക്കിയുള്ളവർക്കും ലൈഫ് ചേഞ്ച് ആവുമല്ലോ. അതാണ് ലൈഫിലെ ബാക്കി പ്ലാൻസ്. നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഓഡിയൻസിനോട് പറയാനുണ്ടോ? പറയാനുള്ളതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഫീനിക്സ് ഹോം ഈ ഒരു ഓഫർ കിട്ടിയതുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം നല്ല കാര്യങ്ങളും പ്രയോജനപ്പെടുത്താൻ നോക്കുക. എങ്കിലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോഴും വിഷമിച്ച് ഡെസ്പായിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് അജിൻ അഡോൾഫിനെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ സന്തോഷിക്കുന്നു. താങ്ക് യു.